നമസ്കാരം. മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ച ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ്, അത് അങ്ങനെ തന്നെ പറയാം. ഇനി ഒരിക്കൽ കൂടി ഈ സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് വലിയ തോതിൽ ആഘോഷമാക്കാൻ സഖാക്കൾ രംഗത്തുണ്ട്. അവരെ പിന്തുണയ്ക്കുന്ന സാമ്പത്തിക വിദഗ്ധരൊക്കെ ഇതാ കേരളത്തിൻ്റെ ക്ഷേമം രാഷ്ട്രം പിറന്നിരിക്കുന്നു, കേരളം പുതിയ നവയുഗത്തിലേക്ക് പോകുന്നു എന്ന തരത്തിൽ പ്രചരണം നടത്തുകയാണ്. CPM-കാർക്ക് ഇത്തരം പ്രചരണങ്ങളിൽ ആരും പാഠം പഠിപ്പിക്കേണ്ടതില്ല. അവർക്കറിയാം ഒരു ബജറ്റ് എത്ര മോശമാണെങ്കിലും അവർക്ക് അനുകൂലമാക്കാൻ, ഒരു ബജറ്റ് അവർക്കെതിരാണെങ്കിൽ അത് അനുകൂലമാക്കാനൊക്കെ അവരെ പോലും മിടുക്കരാരുമില്ല. അത്തരത്തിൽ വലിയ പ്രചരണം നടക്കുന്നു. ഒരു പരിധിവരെ സാധാരണക്കാരെ സുഖിപ്പിക്കുന്ന ബജറ്റുമാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യർക്കും, അത് സാധാരണ മനുഷ്യരടക്കം ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ എന്തൊക്കെയോ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന തരത്തിൽ തന്നെയാണ് ബജറ്റ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നടക്കുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം. ഈ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാൻ പണമുണ്ടോ എന്നത് അടുത്ത കാര്യം. പക്ഷേ തങ്ങൾക്ക് അനുകൂലമാണ് സർക്കാർ, ഈ സർക്കാർ തുടർന്നാൽ ഗുണകരമാണ് എന്ന് തോന്നൽ സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ കഴിയും. ഈ ബജറ്റിലെ ചില പ്രധാനപ്പെട്ട വിശേഷങ്ങളിലൂടെ കടന്നു പോവേണ്ടത് ആവശ്യമാണ്. ഒന്നാമത്, ഇന്നലെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരോട് കാണിച്ചിരിക്കുന്ന വഞ്ചന. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വർഷങ്ങളായി ശമ്പള കുടിശ്ശിക, പ്രത്യേകിച്ച് DA കുടിശ്ശികയുണ്ട്. ഈ DA കുടിശ്ശിക ഇപ്പോൾ കൊടുത്തു തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എവിടെ നിന്ന് വരുമാനം എന്ന് പറഞ്ഞിട്ടില്ല. കടമെടുപ്പ് പരിധി കഴിഞ്ഞു, ഇനി 1 രൂപ പോലും കടം കിട്ടില്ല. കിഫ്ബിയുടെ പേരിൽ പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ എവിടെ നിന്ന് പണം എടുത്തു കൊടുക്കും എന്നതിനെക്കുറിച്ച് നിശ്ചയമൊന്നുമില്ല. ഇനി എന്തുകൊണ്ടാണ് ഇത്രയും കാലം DA കുടിശ്ശിക വരുത്തിയത് എന്നതിനെക്കുറിച്ചും ഉത്തരമില്ല. മാത്രമല്ല, കുടിശ്ശിക ചോദിച്ചു കോടതിയിൽ പോയപ്പോൾ DA കുടിശ്ശിക അവകാശമല്ല, ഔദാര്യമാണ് എന്ന് പറഞ്ഞ് കോടതി DA കുടിശ്ശിക കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഉത്തരവിട്ട് ആ ഉത്തരവ് വാങ്ങിക്കൊടുത്ത സർക്കാരാണിത്. എന്ന് മാത്രമല്ല, ശമ്പള പരിഷ്കാരം കഴിഞ്ഞ കുറെ കാലമേ മുടങ്ങിക്കിടക്കുന്നു. ഇതൊക്കെയാണെങ്കിൽ പോലും ഞങ്ങളിതാ നിങ്ങളെ രക്ഷിക്കാൻ വരുന്നു, കുടിശ്ശിക തരുന്നു, ശമ്പള പരിഷ്കാരം വരുത്തുന്നു, പെൻഷൻ പ്രത്യേക രീതിയിലേക്ക് മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നു. അതിൽ ഒരു ഭാഗം മാത്രം നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെച്ചതാണ്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെച്ചിരിക്കുന്നു. അവർ 3 മാസം കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. എത്ര ബാലിശമായ നിലപാടാണിത്! ഒരിക്കലും ഒരു 3 മാസം കൊണ്ട് ഒരു ശമ്പള കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗം കേൾക്കാൻ, അതായത് സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, സർവകലാശാല ജീവനക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ഇവരൊക്കെ ഈ പരിധിയിൽപ്പെടുന്നതാണ്. അവരുടെ ഭാഗം കേൾക്കണം, പുതിയ ഫോർമുലകൾ വയ്ക്കണം, അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. ഈ ഒരു ചെറിയ കാലയളവിൽ ഇതൊന്നും സാധ്യമല്ല. 2019 പിണറായി വിജയൻ സർക്കാർ അവസാനത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെച്ചത്. K. മോഹൻദാസ് കമ്മീഷനായിരുന്നു ആ റിപ്പോർട്ട് കൊടുത്തത്. K. മോഹൻദാസ് പറയുന്നുണ്ട്, അദ്ദേഹം ഈ ഓഫീസ് സെറ്റപ്പ് സെറ്റ് ചെയ്യാൻ തന്നെ 3 മാസം എടുത്തു, 15 മാസം എടുത്തു നിരന്തരം വർക്ക് ചെയ്തിട്ടും ഈ കമ്മീഷൻ റെഡിയാക്കി കൊണ്ടുവരാൻ. എന്നിട്ടോ ഇത് നിയമസഭയിൽ അവതരിപ്പിച്ചതും ധനകാര്യ സെക്രട്ടേറിയറ്റ് പരിഗണിച്ചതും ഒക്കെ കഴിഞ്ഞപ്പോൾ 2 വർഷം കഴിഞ്ഞ് 2021 അതായത് കുറഞ്ഞത് 2 വർഷം വേണം ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്ത് അതിന് കൃത്യമായ രൂപരേഖ ഉണ്ടാക്കാൻ. ഈ 2 വർഷം വേണ്ട ഒരു പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് യഥാർത്ഥത്തിൽ ശമ്പളം വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് സർക്കാർ ജീവനക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത്തരത്തിലാണ് സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ മുഴുവൻ. ഇത് നടക്കില്ല. ഈ വരുന്ന മാർച്ച് മാസം ആവുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. എന്ന് വെച്ചാൽ കഷ്ടി 2 മാസം, 1.5 മാസം, 2 മാസം മാത്രമേ സർക്കാരിന് മുമ്പിൽ ബാക്കിയുള്ളൂ. ഈ 2 മാസ കാലയളവിൽ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിച്ച് പഠനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി അത് നടപ്പിലാക്കാൻ സാധ്യമല്ല. പക്ഷെ ആളുകളെ പറ്റിക്കാം, ഞങ്ങളിതാ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് പറ്റിക്കാം. എന്ന് മാത്രമല്ല, ഈ ബാധ്യത പുതിയ സർക്കാരിന് തലയിലേക്ക് വയ്ക്കുകയാണ്. ഇവർ അധികാരത്തിൽ വരില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഇവർ ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ എന്ന ഒരു ചൂണ്ട ഇട്ടിട്ട് പോവുകയാണ്. ഈ ചൂണ്ടയിൽ ഇവർക്ക് അധികാരം നഷ്ടപ്പെടുമ്പോൾ ഇനി വരാൻ പോകുന്ന സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ കഴിയും. അങ്ങനെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ എന്ന പേരിൽ ജനങ്ങളെ, സർക്കാർ ഉദ്യോഗസ്ഥരെ പറ്റിക്കാനുള്ള ഒരു ചൂണ്ടയാണ് അവർ ഇട്ടത്. ഇത്തരത്തിലുള്ള ചൂണ്ടകളാണ് ഈ ബജറ്റിൽ ഏറെയുമെന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് തെളിവുകളുണ്ട്. ഞാൻ അതിൽ 1-2 പരിശോധിക്കാം. ഒന്ന്, ഗിഗ് വർഗേഴ്സ് അല്ലെങ്കിൽ ഗിഗ് എക്കണോമി. ഇപ്പോൾ ഇന്നത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമി എന്ന് പറയുന്നത് ഗിഗ് എക്കണോമിയാണ്. GIG എന്ന് പറയും. അതായത് നമ്മുടെ ആമസോണിൻ്റെ അടക്കം, സൊമാറ്റോയും സ്വിഗ്ഗി അടക്കമുള്ള ഫുഡ് വിതരണ കമ്പനികളുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് കമ്പനികൾ ഇന്ന് സമൂഹത്തിലുണ്ട്. ഈ സോഷ്യൽ മീഡിയ ആപ്പ് വഴി കാലം മാറിയപ്പോൾ ഉണ്ടായ മാറ്റി, ഇന്റർനെറ്റിന്റെ അടിസ്ഥാനത്തിൽ ബ്രോഡ്ബാൻഡ് ശക്തമായതുകൊണ്ട്, ഫ്രീ ആയതുകൊണ്ട് ഇന്ന് ബിസിനസ്സുകളെല്ലാം അത്തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും വലിയ തൊഴിൽ മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്ന ഗിഗ് എക്കണോമിയാണ്. ഈ ഗിഗ് എക്കണോമിയുടെ പ്രത്യേകത, അവിടെ സ്ഥിരം ജോലിക്കാരൊന്നുമില്ല, ആളുകൾ വരുന്നു പോകുന്നു. ഈ ഗിഗ് എക്കണോമിയിൽ ജോലി ചെയ്യുന്നവർ വലിയ അളവിൽ ആളുകളുണ്ട്, പക്ഷെ അവർക്ക് ഒരുവിധ ക്ഷേമ സൗകര്യങ്ങളുമില്ല. ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ സ്വിഗ്ഗിയുടെ അല്ലെങ്കിൽ സൊമാറ്റോയുടെ ഒക്കെ ഡെലിവറി ബോയ്സ്, അവര് താൽക്കാലികമായി ജോലിക്ക് കയറുന്നു, മറ്റെന്തെങ്കിലും ജോലിയുള്ളവരായിരിക്കാം, പഠിക്കുന്നവരായിരിക്കാം, അവർ താൽക്കാലികമായി പണിയെടുക്കുന്നു,
പണിയെടുത്ത് അവർ മുമ്പോട്ട് പോവുകയാണ്. അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് ബോധമില്ല, അവകാശം അവർക്ക് സാധ്യവുമല്ല. കാരണം ഇവരാരും സ്ഥിരം ജോലിക്കാരല്ല. പക്ഷേ ഇവരുടെ എണ്ണം പെരുകി വരുന്നു. ഇങ്ങനെ ആശ്രയിച്ച് കഴിയുന്ന മനുഷ്യരുടെ അവരെ സംരക്ഷിക്കാൻ സർക്കാർ ചില പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. സർക്കാരിനറിയാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷെ അവർക്കൊരു മതിപ്പുണ്ടാകും. കാരണം വലിയൊരു തലമുറയാണ്, പ്രത്യേകിച്ച് യുവാക്കളുടെ തലമുറയാണ്. ആ യുവാക്കളുടെ തലമുറയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഗിഗ് എക്കണോമിക്ക് സർക്കാർ ചില പ്രഖ്യാപനങ്ങൾ പറയുന്നു. ഒന്ന്, സർക്കാർ പറയുന്നത് ഇപ്പോഴുള്ള ക്ഷേമ പദ്ധതികളിൽ ചിലത് അവർക്ക് വേണ്ടി നടപ്പിലാക്കുമെന്ന്. സാധ്യമല്ല. കാരണം ക്ഷേമ പദ്ധതികൾക്കൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. മാത്രമല്ല ഇവരാരും തന്നെ ഒരു ജോലിയിൽ സ്ഥിരമായി നിൽക്കുന്നവരല്ല. അവരൊക്കെ ചെറിയ കാലയളവിലേക്ക്, ഒരുപക്ഷെ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്കൊക്കെ പണിയെടുക്കുന്നവരാണ്. അവരുടെ ഒന്നും ഡാറ്റ പോലും ലഭ്യമല്ല. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ സർക്കാരിന് സാധ്യമല്ല എന്നിരിക്കുമ്പോഴും സർക്കാർ അവരോട് പറയുന്നു ഞങ്ങൾ ചെയ്തു തരാമെന്ന്. അതിന് അവരെ ഏറ്റവും മോഹിപ്പിക്കുന്ന ഒരു വാഗ്ദാനം ഈ ബജറ്റിൽ വന്നിരിക്കുന്നത് ഗിഗ് ഹബ്ബുകൾ ഉണ്ടാക്കുമെന്നാണ്. ഏതാണ്ട് 20 കോടിയോളം മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഈ ഗിഗ് വർക്കേഴ്സിന്, അതായത് ഇത്തരത്തിലുള്ള ഡെലിവറി ബോയ്സിന് സന്തോഷം തോന്നും. കാരണം അവരുടെ ജീവിതം ഒരു പരിധി വരെ അവരിതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ മഴയും വെയിലും ഒക്കെ കൊണ്ട് ഒരു അലഞ്ഞുള്ള ജീവിതമാണ്. അപ്പൊ അവർക്ക് ഗിഗ് സെന്റർ എന്ന പേരിൽ അവർക്ക് ഇരിക്കാനും സംസാരിക്കാനുമുള്ള ഇടമുണ്ടാക്കും എന്ന് പറയുമ്പോൾ സുഖം വരും. പക്ഷേ സാധ്യമല്ല. കാരണം ഗിഗ് വർക്കേഴ്സിന് പ്രത്യേകത ഒരു ഓർഡർ എടുത്ത് പോവുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത ഓർഡറിന് പുറകെ പോകുന്നു. അവർ പണിക്ക് കയറി കഴിഞ്ഞാൽ അവസാനം വരെ, ഈ പണി അന്ന് ഷിഫ്റ്റ് തീരുന്നത് വരെ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് ഒരിക്കലും വിശ്രമിക്കാനായിട്ട് സമയം കിട്ടില്ല. അത് മാത്രമല്ല ഈ ഗിഗ് ഹബ്ബുകൾ എവിടെ ഉണ്ടാക്കും? ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടാക്കിയപ്പോൾ ഏതെങ്കിലും ഒരു നഗരം, കൊച്ചി നഗരം എടുക്കുക അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരം എടുക്കുക, അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കുമോ ഗിഗ് ഹബ്ബുകൾ ഉണ്ടാക്കുന്നത്. ആളുകൾ പല സ്ഥലങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗിഗ് ജോലി ചെയ്യുന്നവർക്ക് ഒരിക്കലും ഇതിന്റെ പിന്നാലെ പോയി വിശ്രമിക്കാനോ അല്ലെങ്കിൽ എവിടെങ്കിലും ഇരുന്ന് ആശ്വസിക്കാനോ ഒന്നും സാധ്യമല്ല. അവരിങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടത് ഇതൊന്നുമല്ല. അവർക്ക് വേണ്ടത് അവരെ ആവശ്യമില്ലാതെ പോലീസ് വേട്ടയാടുന്നത്, വഴി തടഞ്ഞു നിർത്തുന്നത്, അവരോട് പിഴ ഈടാക്കുന്നത്, ഇതൊക്കെ തടയാൻ നോക്കുക. 2, അവർ ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ, ഈ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ സ്ഥാപനം, അവിടെ നിന്നാണ് ഇവർ സാധനങ്ങൾ വാങ്ങുന്നത്. ഈ സാധനങ്ങൾ ഡെലിവറിക്ക് ചെല്ലുമ്പോൾ അവർക്ക് പലപ്പോഴും അവിടെ ഇരിക്കാൻ പോലും സൗകര്യമില്ല. ഈ ഹോട്ടലിന്റെ അകത്ത് ഇവരെ കേട്ടില്ല. കാരണം അവിടെ ആൾക്കാരുള്ളത് കൊണ്ട് ഇവർ വെളിയിൽ നിർത്തിക്കും. വെയിലും മഴയും കൊണ്ട് ഇവിടെ നിൽക്കേണ്ടതുണ്ട്. സമയത്ത് കിട്ടുന്നില്ലാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ ഹോട്ടലുകളോട് ചേർന്ന് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളോട് ചേർന്ന് എവിടെ നിന്നാണോ ഈ തൊഴിലാളികൾ സാധനം ഡെലിവറി ചെയ്യാൻ കൊണ്ടുപോകുന്നത് അവിടെയുള്ള സൗകര്യം വർദ്ധിപ്പിച്ചു കൊടുക്കണം. അവിടേക്ക് വന്ന് ഓർഡറിന് വേണ്ടി കാത്തു നിൽക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ പോയി ടോയ്ലറ്റിൽ പോകാനോ ഒന്ന് ഇരിക്കാനോ മൊബൈൽ നോക്കാനോ സൗകര്യം ഒരുക്കണം. പലപ്പോഴും ഇത്തരം ജീവനക്കാർ ഈ വെയിൽ കൊണ്ട് മഴ കൊണ്ട് ഇരിക്കേണ്ട സാഹചര്യമുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയുള്ള ഈ പറയുന്ന സാധനങ്ങൾ വിൽക്കുന്ന ഹോട്ടൽ ഉടമകളെ അല്ലെങ്കിൽ മറ്റ് വിൽപ്പനക്കാരെ ശരിയാക്കിയെടുക്കുകയാണ് ചെയ്യുക. അതിനൊരു പദ്ധതിയില്ല, അതിനെക്കുറിച്ച് പറയുന്നില്ല. പകരം ഗിഗ് ഹബ്ബുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ്. ഇത്തരത്തിൽ പറ്റിക്കുന്ന കാര്യത്തിൽ സർക്കാർ മിടുക്കരാണെന്ന് ഈ ബജറ്റ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഓട്ടോക്കാരുടെ കാര്യം നമുക്കറിയാം. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരു വിഭാഗം ഓട്ടോക്കാരാണ്. വാസ്തവത്തിൽ ഓട്ടോക്കാരെ നമ്മൾ പ്രത്യേകം സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം അവർക്കെതിരെയുള്ള നെഗറ്റീവ് വാർത്തകൾ മാത്രമാണ് മാധ്യമങ്ങൾ വരുന്നത്. പക്ഷേ എല്ലായിടങ്ങളും, ഗ്രാമങ്ങൾ മുതൽ നഗരങ്ങൾ വരെ എല്ലായിടത്തും, എല്ലാ ജംഗ്ഷനിലും ഓട്ടോക്കാരുണ്ട്. ഓട്ടോക്കാരാണ് അവിടെ നിൽക്കുന്നത്. ഈ സമൂഹത്തിലുണ്ടാകുന്ന പല വിഷയങ്ങളിലും ഇടപെടുന്നത് അവരാണ്. ഒരാൾക്ക് ആപത്തുണ്ടായാൽ ഓടിച്ചെല്ലുന്നവരാണ്, അപകടമുണ്ടായാൽ ഓടിച്ചെല്ലുന്നവരാണ്. അങ്ങനെ ഈ നമ്മുടെ സമൂഹവുമായി ഏറ്റവും കൂടുതൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിഭാഗമാണ് ഓട്ടോക്കാർ. പക്ഷേ ഓട്ടോക്കാർക്ക് എക്കാലത്തും അവഗണന, അവരുടെ നിരക്കിനെ കുറിച്ചുള്ള പരാതി, അവർ മദ്യം വിറ്റു എന്നുള്ള ആരോപണം, ഇത്തരത്തിൽ നെഗറ്റീവ് വാർത്തകൾ മാത്രമാണ് അവരെ കുറിച്ച് വരുന്നത്. അവരെ സംരക്ഷിക്കാൻ ഒന്നുമില്ല. അവരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് CITU യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവർ പിരിവ് കൊടുക്കുന്ന അല്ലാതെ ഈ ഓട്ടോക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തെ ശരിയാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായി, നമ്മുടെ പ്രാദേശിക എക്കണോമിയെ വളർത്തിയെടുക്കുന്നതിന് ഭാഗമായി ഈ ഓട്ടോക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിന് കഴിയേണ്ടതാണ്. ഇന്ന് അവരൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവരെ സോപ്പിടാൻ വേണ്ടി സർക്കാർ ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. അവരോട് പറയുന്നു അവരുടെ ക്ഷേമനിധിയിലെ ആശങ്കകൾ പരിഹരിക്കും. അവർക്ക് വേണ്ടിയും ചില സ്മാർട്ട് ഹബ്ബുകൾ പ്ലാൻ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഏതാണ്ട് 5000-ഓളം ഓട്ടോ സ്റ്റാൻഡുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്കുണ്ടാവും, ആയിരക്കണക്കിന് കാണും. ഈ ഓട്ടോ സ്റ്റാൻഡുകളെ സ്മാർട്ട് ഹബ്ബുകളാക്കി മാറ്റും. അവിടെ ഇലക്ട്രിക് ചാർജർ ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വിശ്രമിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെയാണ് പറയുന്നത്. ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ സാധ്യമാണോ? കാരണം ഓട്ടോക്കാർ പലപ്പോഴും തിരക്കേറിയ റോഡരികിലായിരിക്കും കിടക്കുന്നത്. ആ റോഡ് PWDയുടെ ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളുടെ ഒക്കെ നിയന്ത്രണത്തിലായിരിക്കും. അവരവിടെ പാർക്ക് ചെയ്യുന്നത് പോലും യൂണിയനൊക്കെ ഉള്ളത് കാരണം അവരങ്ങ് കയറി പാർക്ക് ചെയ്യുന്നതാണ്. പലപ്പോഴും ഇവരെ ഓടിക്കുകയും ഇവരെ മാറ്റുകയും, ഒരു CI പുതുതായി സ്ഥലം മാറി വന്നാൽ പോലും ഓട്ടോക്കാർക്ക് അവരുടെ സ്റ്റാൻഡ് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പൊ ഇവിടെ ഒന്നും ഈ ഹബ്ബുകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ സോളാർ പാർക്കിംഗ് സംവിധാനം ഉണ്ടാക്കാനൊന്നും കഴിയില്ല എന്നതാണ് വാസ്തവം. അതിനുള്ള ഇടങ്ങളിലേക്ക്, ഇത്തരം സൗകര്യങ്ങളുള്ള ഇടങ്ങളിലേക്ക് ഓട്ടോ സ്റ്റാൻഡ് മാറ്റിയാൽ ഇവരുടെ കച്ചവടം പൊളിഞ്ഞു പോകും. ഇതൊന്നും സാധ്യമല്ല. ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത് ഇവരെ റെഗുലേറ്റ് ചെയ്യുക, ഇവരുടെ നിരക്ക് കൂട്ടുക, ഇവർക്ക് റിട്ടേൺ പോകുമ്പോൾ ഉണ്ടാകുന്ന കൃത്യമായ സംവിധാനം ഒരുക്കുക, ഇത്തരത്തിൽ ഇവരെ സഹായിക്കുകയാണ് വാസ്തവത്തിൽ സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഇവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഒരു തോന്നലുണ്ടാക്കുന്നു. ഓട്ടോക്കാർക്ക് തോന്നുമ്പോൾ നമുക്കിതാ സ്മാർട്ട് ഹബ്ബുകൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ തോന്നലുണ്ടാക്കുമെന്നല്ലാതെ അതുവഴി ഒരു ഗുണവുമില്ല.
ഇതിനോടൊപ്പം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന വളരെ പോസിറ്റീവായിട്ട് കാണാവുന്ന ഒന്ന്, ഈ പരമ്പരാഗത ഓട്ടോറിക്ഷകൾ സ്ക്രാപ്പ് ചെയ്താൽ ഇലക്ട്രിക് ഓട്ടോകളിലേക്ക് മാറിയാൽ 40,000 രൂപ സബ്സിഡി കൊടുക്കുമെന്നതും മാത്രമല്ല ഈ പൊതുമേഖലാ ബാങ്കിൽ നിന്നും ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങാൻ ഇറങ്ങിയാൽ 2% പലിശ ഇളവ് കൊടുക്കുമെന്നുമാണ്. ഇത് നടന്നാൽ നല്ലതാണ്. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഈ ഓട്ടോകൾ, ഇലക്ട്രിക് ഓട്ടോകൾ എല്ലായിടത്തും ഓടാൻ കഴിയുമോ? ഉദാഹരണത്തിന് മലയോര പ്രദേശങ്ങളിൽ, ഹൈ റേഞ്ചിലൊക്കെ ഇത് സാധ്യമാണോ? പലപ്പോഴും ഓട്ടോക്കാർ ഇത്തരം ബുദ്ധിമുട്ടേറിയ പ്രദേശങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് ഈ ഓട്ടോകൾ വർക്ക് ചെയ്യുമോ? മാത്രമല്ല ഈ ഓട്ടോകൾ വാങ്ങുക എളുപ്പമാണ്. ഇപ്പൊ KSRTCയുടെ കാര്യം നമ്മൾ കേട്ടല്ലോ, ഈ ബസ്സിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞു. 1 കോടിയിലധികം രൂപയായിരുന്നു ഒരു ഈ ബസ്സിന്റെ വില. ഈ ബസ് എന്ന് പറഞ്ഞൊരു മിനി ബസ്സാണ്. സാധാരണ KSRTC ബസ്സിന്റെ പകുതി ആളെ കൊള്ളുകയുള്ളൂ. മാത്രമല്ല ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ഈ ബാറ്ററി മാറണം. ബാറ്ററിക്ക് ബസ്സിനേക്കാൾ വിലയാവുന്ന സാഹചര്യം. ഇത് തന്നെയാണ് ഓട്ടോയ്ക്ക് സംഭവിക്കുന്നത്. ഓട്ടോയുടെ ബാറ്ററി മാറുമ്പോൾ ഇവരുടെ ബാധ്യത കൂടും. അതുകൊണ്ട് സാധാരണക്കാർ ഇത് അഫോർഡബിൾ ആണോ? മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് വാങ്ങിയാലും പിന്നീട് അവന് ഇത് താങ്ങാൻ കഴിയുമെന്ന പ്രശ്നമൊക്കെ ഉണ്ട്. എന്തായാലും സർക്കാർ ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി, ഓട്ടോക്കാരെ ആണെങ്കിലും ഗിഗ് വർക്കേഴ്സിനെ ആണെങ്കിലും ആശാ വർക്കർമാരെ ആണെങ്കിലും അംഗൻവാടി ടീച്ചർമാരെ ആണെങ്കിലും പ്രീ പ്രൈമറി അധ്യാപകരെ ആണെങ്കിലും ഒക്കെ സോപ്പിടുന്ന തരത്തിൽ പല പ്രഖ്യാപനങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി അവർക്കൊന്നും ഗുണമുണ്ടാവാൻ പോകുന്നില്ല. എന്നാൽ ഗുണമുണ്ടാവുന്നെന്ന് തോന്നലുണ്ടാക്കി സർക്കാർ തങ്ങളോടൊപ്പമാണ് എന്ന് വരുത്തി തീർത്ത് വോട്ട് വാങ്ങാനുള്ള തട്ടിപ്പാണ് വാസ്തവത്തിൽ മന്ത്രി ബാലഗോപാൽ ബജറ്റിലൂടെ ഇന്നലെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ.